ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ക്യാരറ്റൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇതെൻ്റെ ബ്രദർ അവനെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിച്ചു, കുരുമുളകൊക്കെ ചതപ്പിച്ചു. ഇത് നമ്മൾ റേഷനരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റേഷനരി നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ക്യാരറ്റ്, ബീൻസ്, പിന്നെ മുട്ട ചിക്കിയത്, സവോള, വെളുത്തുള്ളി, പിന്നെ തക്കാളി സോസ്, തക്കാളി പേസ്റ്റ് ആക്കിയത്, നെയ്യ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കടായിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വെളുത്തുള്ളി, അങ്ങനെ സവോള, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ട് വഴറ്റുക. അതിന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ബാക്കി നമ്മുടെ ക്യാരറ്റ്, ബീൻസ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും വഴറ്റുക. നന്നായിട്ട് ഒരുപാട് വെന്ത് പോകാതെ കുറച്ച് പച്ചയൊക്കെ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ വേഗം വരണ്ട് കിട്ടുമല്ലോ, അങ്ങനെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വീണ്ടും നന്നായിട്ട് ഇളക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അരഞ്ഞ മുന്നേ വക ഇളക്ക്. അതിനിടയിൽ മുട്ടയൊക്കെ ഒന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട് തെണ്ടി. ഇവനെ കൊണ്ട് നമ്മുടെ കുക്കിംഗ് ചെയ്യുന്ന ആളുടെ ഫോട്ടോ കാണിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാനും അപ്പോൾ എൻ്റെ ക്യാമറാമാൻ സ്ഥാനം രാജിവെച്ച് ഞാനും ചുമ്മാ ഷോ കാണിക്കാനായിട്ട് കയറി അറിഞ്ഞും പറഞ്ഞും ഇളക്കി. അതിനുശേഷം അടുത്തവൻ കയറി ഇളക്കിക്കൊണ്ടേയില്ല. അങ്ങനെ എന്തായാലും ഷോ കാണിച്ച് ഇളക്കി ഒരു പരുവം എത്തിച്ചു. അതിനുശേഷം നമ്മളിത് അടിച്ചു വെച്ച തക്കാളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തക്കാളി ഇളക്കിയ ശേഷം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസാണ്. കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കും. അതിനുശേഷം നന്നായിട്ട് ഇളക്കി. പിന്നെ കുരുമുളക് പൊടി എരിവിന് വേണ്ടിയിട്ട് നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ മെയിൻ ഐറ്റമായ മുട്ട ചിക്കിയത് അത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അപ്പ് കൊണ്ടുവന്ന ചോറ്, അതായത് റേഷനരിയുടെ ചോറ് നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കുറച്ച് ചേർത്ത് കൊടുക്കണം. കാരണം റേഷനരി നന്നായിട്ട് കട്ടയാവാത്ത രീതിയിൽ കുറച്ച് ഇതാക്കി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇനിയാണ് മെയിൻ പരിപാടി. ഇതെല്ലാം കൂടെ മിക്സ് ആക്കണം. നല്ല പാടാണ്. നന്നായിട്ട് മസിൽ പിടിച്ചെടുക്കണം, എന്നാലേ ഇത് ശരിയായി കിട്ടത്തുള്ളൂ. അങ്ങനെ അവളുടെ മസിൽ പിടുത്തം ശരിയാകാതെ വന്നുകൊണ്ട് ഞാനും ഒന്ന് മസിൽ പിടിച്ച് നന്നായിട്ട് ഇളക്കി. അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സൊക്കെ ചെയ്തെടുത്തു. അതിനുശേഷം നമ്മളിതാ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തു. ടൊമാറ്റോ സോസിൻ്റെ ഫ്ലേവർ വേണം നമ്മുടെ ഫ്രൈഡ് റൈസിൽ. അതുകൊണ്ട് വീണ്ടും കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തു. അങ്ങനെ അതിനുശേഷം പാത്രങ്ങളൊക്കെ ഇവനെ കൊണ്ട് തന്നെ കഴിച്ചു വെച്ചു. കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അവനെ കൊണ്ട് കുറേ പണിയൊക്കെ എടുപ്പിച്ചു. ഇത് നമ്മളിനി സാലഡ് ഉണ്ടാക്കാൻ പോവാണ്. ക്യാരറ്റ്, സവോള, പിന്നെന്തായിരുന്നു, പച്ചമുളക് ഇട്ടില്ല. ഇത്രയും വെച്ചിട്ട് സാലഡ് ഉണ്ടാക്കി. പിന്നെ പപ്പടമൊക്കെ വറുത്തു. ഫൈനലി നമ്മുടെ ഫ്രൈഡ് റൈസ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്നും പറഞ്ഞില്ല, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ സാലഡ്, പിന്നെ പപ്പടം വറുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളായിരുന്നു ഗായ്സ്. അപ്പോൾ ആദ്യമായിട്ടാണ് എല്ലാവരും ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.